യഹൂദന്മാരുടെ അതിപ്രധാനമായ ഒരു ഓർമ്മ പെരുന്നാളാണ് പെസഹ. ഈജിപ്തിൽ അവര് ദീർഘനാളുകൾ അടിമകളായിരുന്നതിൽ നിന്നും ദൈവം അവരെ വിമോചിപ്പിച്ചതിൻ്റെ ഓർമ്മയാണ് പെസഹ എന്നൊരു ഉത്സവം അവരുടെ ഇടയിൽ നടപ്പിലായത്. യഥാർത്ഥത്തിൽ അന്ന് ഈജിപ്തിൽ നിന്ന് വിമോചിക്കപ്പെട്ട് വന്നപ്പോൾ അവർ കഴിച്ച പെസഹായിൽ പ്രധാനപ്പെട്ടത് ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് അതിൻ്റെ രക്തം അവർ പാർക്കുന്ന വീടുകളുടെ കട്ടിലക്കാരിൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടുകയായിരുന്നു. ആ കൊല്ലപ്പെട്ട ആടിൻ്റെ മാംസം അവർ തീയിൽ ചുട്ട് ഭക്ഷിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൻ്റെ ഓർമ്മയായി ഇസ്രായേൽ മക്കൾ എല്ലാ വർഷവും അവരുടെ 1-ാം മാസമായ ആബീബ് മാസം 14-ാം തീയതി ഏതാണ്ട് സായാഹ്നത്തോടെ ആടിനെ കൊല്ലുകയും ഈ ചടങ്ങ് അവര് ഓർമ്മയായി അനുഷ്ഠിക്കുകയും ചെയ്തു വന്നു. നമ്മുടെ കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ഈ ചടങ്ങുണ്ടായിരുന്നു. നാം കാണുന്നത് യേശു പെസഹ കഴിച്ചു എന്നാണ്. എന്നാൽ അവിടെ ഒരു വ്യത്യാസമുണ്ട്. യേശു കഴിച്ച പെസഹയിൽ റോസ്റ്റഡ് ലാമ്പ് ആടിനെ ചുട്ടുഭക്ഷിച്ചില്ല. അവിടെ പകരം ഒരു അപ്പം എടുത്ത് അവർ ഒരുമിച്ച് നുറുക്കി ഭക്ഷിക്കുകയായിരുന്നു. അതെന്തുകൊണ്ടാണ്? ഈ റോസ്റ്റഡ് ലാമ്പിനെ അവർ ഭക്ഷിക്കേണ്ടത് ആബീബ് 14-ാം തീയതി സന്ധ്യയ്ക്കാണ്. അന്നാണ് അവരുടെ പെസഹ. ആ പർട്ടിക്കുലർ സമയത്ത് ഭക്ഷിക്കുന്നവർ അങ്ങനെ ചെയ്യണം. എന്നാൽ യേശു പെസഹ കഴിച്ചത് തലേ ദിവസമാണ്, ആബീബ് 14-ാം തീയതി അല്ല. അതെന്തുകൊണ്ടാണ് യേശു 14-ാം തീയതി പെസഹ കഴിക്കാതിരുന്നത്? യഹൂദന്റെ പെസഹയുടെ എക്സാക്ട് സമയത്ത് യേശു കുരിശിൽ കിടക്കുകയാണ്. താൻ നാളെ പാസ്ഓവർ പെരുന്നാൾ യഹൂദന്മാരെല്ലാം ആചരിക്കുമ്പോൾ ആ കുഞ്ഞാടിന്റെ പൊരുളായവൻ കുരിശിൽ മരിക്കണം. ദ റിയൽ ഡെത്ത് അവിടെ സംഭവിക്കണം. അപ്പൊ യഥാർത്ഥ പെസഹയുടെ സമയം അടുത്ത ദിവസം സന്ധ്യയ്ക്കായിരിക്കുമ്പോൾ യേശു പെസഹ നടത്തിയത് മർക്കോസിന്റെ മാളികമുറിയിൽ തലേ ദിവസം സന്ധ്യയ്ക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ആടിനെ കൊല്ലുകയോ ആടിന്റെ മാംസം ഭക്ഷിക്കുകയോ അന്ന് രാത്രി ചെയ്യാതിരുന്നത്. യേശു ശിഷ്യന്മാരും തലേ രാത്രി ഒരുമിച്ച് കൂടി അവര് യഹൂദന്മാർ അങ്ങനെയുള്ള സന്ദർഭത്തിൽ 2 അപ്പമാണ് എടുക്കാറുള്ളത്. അതിലൊരപ്പം അവർ തൊടാറില്ല. ആ അപ്പം അവർ ഉപയോഗിക്കുകയില്ല. അത് കുഞ്ഞാടിന്റെ പ്രതീകമാണ്. അതവർ മാറ്റിവെക്കുന്നു. ഒരപ്പം എടുത്ത് അവരെല്ലാവരും പരസ്പരം പങ്കിട്ടെടുത്ത് ഭക്ഷിക്കുന്നു. ഇതാണ് ആ ചടങ്ങ്. നമ്മുടെ കർത്താവ് തലേ ദിവസം ഈ പറഞ്ഞതുപോലെ മർക്കോസിന്റെ മാളികയിൽ ഒന്നിച്ചുകൂടി ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി അതിനുശേഷം അവർ പെസഹ അപ്പം ഭക്ഷിക്കുകയാണ്. അവിടെ അവർ പെസഹ അപ്പം ഭക്ഷിച്ചത് എല്ലാവരും ഒരുമിച്ചാണ്. 12 ശിഷ്യന്മാരുണ്ട്, ഒറ്റിക്കൊടുത്ത യൂദയുണ്ട്. എല്ലാവരും ഒരുമിച്ച് അപ്പം നുറുക്കി ചാറിൽ മുക്കി തിന്നുകയാണ് പതിവ്. അതവിടെ നടന്നു. ആതിഥേയൻ വിളിക്കപ്പെട്ട അതിഥികളിൽ ഏറ്റവും മാന്യനായ ഒരാൾക്ക് അപ്പകണ്ണം ചാറിൽ മുക്കി വായിൽ വെച്ചു കൊടുക്കുന്നൊരു പതിവുണ്ട്. കർത്താവ് പതിവ് തെറ്റിച്ചില്ല. ആതിഥേയൻ്റെ റോളെടുത്ത്
അപ്പകണ്ണം ചാറിൽ മുക്കി തന്നെ ഒറ്റിക്കൊടുത്ത പണം കീശയിലുള്ള യൂദാക്ക് തന്നെ കൊടുക്കുകയാണ്. ആ പെസക അവിടെ കൊണ്ട് അവസാനിച്ചു. യൂദായോട് കർത്താവ് പറഞ്ഞു, നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുവീൻ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. യൂദ അപ്പകണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. ആ രാത്രി അവൻ എഴുന്നേറ്റ് പോയി. യോഹന്നാൻ പ്രത്യേകം എഴുതുന്നു, അപ്പോൾ രാത്രിയായിരുന്നു. അപ്പൊ പെസഹയുടെ ചടങ്ങിൽ 12 ശിഷ്യന്മാരും യേശുവും പങ്കെടുത്തിരുന്നു. ഈ ചടങ്ങ് കഴിഞ്ഞ ഉടനെ യൂദാ ഇരുട്ടിൽ മറഞ്ഞു. രണ്ടാമത് മാറ്റിവെച്ചിരിക്കുന്ന അപ്പം കർത്താവ് എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്റെ ശരീരം. അവിടെ ശിഷ്യന്മാർ മാത്രമാണ് ഭക്ഷിച്ചത്. യേശു ആ അപ്പത്തിൽ പങ്കാളിയായില്ല. വീണ്ടും പാനപാത്രം എടുത്ത് വാങ്ങി പാനം ചെയ്യുവീൻ, ഇതെന്റെ ശരീരം. അതും ശിഷ്യന്മാർ മാത്രമാണ് കുടിച്ചത്. യേശു പങ്കെടുത്തില്ല. അപ്പൊ പെസഹ അവരെല്ലാവരും മിനിമം 13 പേരും പങ്കെടുത്തു. എന്നാൽ കർത്തൃമേശ എന്ന രണ്ടാമത്തെ കാര്യത്തിൽ 11 പേരെ പങ്കെടുത്തുള്ളൂ. നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 11 പേർ മാത്രമാണ് പങ്കെടുത്തത്. യേശു പങ്കെടുത്തില്ല. യൂദാ നേരത്തെ എഴുന്നേറ്റ് പോയി. ഈ രണ്ടാമത്തെ അപ്പം കുഞ്ഞാടിനെ പ്രതിനിധീകരിക്കുന്ന അപ്പമാണ്. അതുകൊണ്ടാണ് യേശു അതെടുത്തിട്ട് താൻ ഭക്ഷിക്കാതെ വാങ്ങി ഭക്ഷിപ്പീൻ എന്ന് പറഞ്ഞതിന്റെ കാരണം. മുന്തിരിച്ചാറ് യേശുവിന്റെ രക്തത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് യേശു വാങ്ങിപ്പാനം ചെയ്യുവീൻ, ഇനി നിങ്ങളോടുകൂടെ ദൈവരാജ്യത്തിൽ കുടിക്കും വരെ ഞാൻ മുന്തിരികളുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കയില്ല എന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇതിനെയാണ് നമ്മൾ കർത്തൃമേശ അല്ലെങ്കിൽ തിരുവത്താഴം എന്ന് വിളിക്കുന്നത്. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? കർത്താവ് തന്നെ പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ചതായി പറയുന്നത് ഈ കാര്യമാണ്. കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, വാങ്ങി ഭക്ഷിപ്പിന്റെ ശരീരം എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ പാനപാത്രവും. അപ്പോൾ ഈ 2 ചടങ്ങും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് പെസഹ. രണ്ടാമത് ചടങ്ങാകട്ടെ പെസഹയുമായി ബന്ധമില്ല. ക്രൂശിക്കപ്പെടാൻ പോകുന്ന കർത്താവിൻ്റെ കുരിശുമരണത്തെയും ശരീരം തകർക്കപ്പെട്ടതിൻ്റെയും രക്തം ചിന്തപ്പെട്ടതിൻ്റെയും ഓർമ്മയ്ക്കായി ഭാവിയിൽ അനുഷ്ഠിപ്പാൻ നൽകിയതുമാണ്. പെസഹ ഭൂതകാല ചരിത്രത്തെ കാണിക്കുന്നു. കർത്താവിൻ്റെ മേശ ഭാവികാല ഓർമ്മയെ കാണിക്കുകയാണ്. ഇത് 2 ഓർമ്മയാണ്. ഒന്ന് യഹൂദന്റെ മാത്രമുള്ള ഓർമ്മ, രണ്ടാമത്തേത് സഭാംഗങ്ങളുടെ ഓർമ്മ. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് സഭ പെസഹ ആചരിക്കാറുമില്ല. യഥാർത്ഥ സഭ, എപ്പിസ്കോപ്പൽ സഭകളിൽ പെസഹയുടെ ചടങ്ങുണ്ട്. എന്നാൽ ശ്ലൈഹികമായോ പിന്നീടോ സഭ അത് അനുഷ്ഠിക്കാറില്ല. സഭ അനുഷ്ഠിക്കുന്നത് കർത്തൃമേശയാണ്. അതിനെ എപ്പിസ്കോപ്പൽ സഭകൾ കുർബാന എന്നാണ് വിളിക്കാറുള്ളത്. പേര് മറ്റൊരർത്ഥത്തിലേക്ക് ഇതിനെ നയിക്കുന്നു. യേശുവും ശിഷ്യന്മാരും മർക്കോസിന്റെ മാളികമുറിയിൽ കഴിച്ച കർത്തൃമേശ ഇന്നും സഭ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അതെത്ര കാലം അനുഷ്ഠിക്കണം? കർത്താവ് വരുവോളം. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ സഭ അനുഷ്ഠിക്കേണ്ട കാര്യമാണ് കർത്തൃമേശ. അത് രക്ഷിക്കപ്പെട്ട സഭാംഗങ്ങൾക്ക് മാത്രമുള്ളതാണ്. അവർ പങ്കിടുകയാണ്. അവിടെ ആതിഥേയൻ
അദൃശ്യനായ കർത്താവാണ്. പങ്കെടുക്കുന്നവർ തൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ സഭാ അംഗങ്ങളാണ്. അതാണ് കർത്തൃമേശയുടെ മഹത്വവും. നാം ഒന്നാണ് എന്നും ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെയും ഒക്കെ കാണിക്കുന്ന അതിപ്രധാനമായ ശുശ്രൂഷയാണ് കർത്തൃമേശ. പങ്കെടുക്കുന്നവർ വ്യത്യാസങ്ങളില്ലാതാകുന്നു. ഒരപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു, ഒരു പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുന്നു. അതോടെ സഭാംഗങ്ങൾ ഒന്നായി മാറുകയാണ്, ഒരു ശരീരമായി മാറുകയാണ്. അതിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് കർത്തൃമേശ എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം.